PM ശ്രീ പദ്ധതിയിൽ വലിയ കുരുക്കിലകപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനും സർക്കാരും. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇന്നലെ UDF യോഗത്തിന് ശേഷം കൺവീനർ അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചത്. അതിനു പറഞ്ഞ കാരണം കഴിഞ്ഞ LDF സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടു, അതിൽ നിന്ന് ഇനി പിന്മാറാനാകില്ല എന്നാണ്. എന്നാൽ പദ്ധതി നടപ്പാക്കുന്നതിന് UDF ഉയർത്തുന്ന വാദങ്ങളെ ഇല്ലാതാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തന്നെ. സംസ്ഥാനങ്ങൾക്ക് പദ്ധതിയിൽ നിന്ന് പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യാമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി പാർലമെന്റിൽ ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യസഭയിൽ മുസ്ലിം ലീഗ് MP PV അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിന് തന്നെയാണ് മന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നത്. PM ശ്രീ നടപ്പാക്കാതിരുന്നാൽ അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകൂ എന്നും വ്യക്തമാക്കുന്നുണ്ട് മന്ത്രി. പക്ഷേ അവിടെ ഉയരുന്ന ഒരു പ്രധാന ചോദ്യം PM ശ്രീയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ഏതൊക്കെയെന്നതാണ്. കാരണം കഴിഞ്ഞ LDF സർക്കാർ പദ്ധതി ഒപ്പിടാൻ കാരണമായി പറഞ്ഞത് PM ശ്രീ ഒപ്പിട്ടില്ലെങ്കിൽ സമഗ്ര ശിക്ഷ കേരള പദ്ധതിയിൽ കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ കിട്ടില്ലെന്നായിരുന്നു. ഒപ്പിട്ടതോടെ ആ വഴിയിൽ കിട്ടേണ്ടതിൽ 100 കോടിയോളം രൂപ LDF സർക്കാർ വാങ്ങിയെടുക്കുകയും ചെയ്തിരുന്നു. PM ശ്രീയും SSKയും സംയോജിപ്പിച്ചാണ് കേന്ദ്രം അത്തരമൊരു കുരുക്ക് തീർത്തത്. അതില്ലാതായോ എന്നത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ SSK വഴി കിട്ടേണ്ട തുക ഇനിയും കിട്ടാതാകും എന്നൊരു പ്രശ്നമുണ്ട്. ബാക്കി തുകയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്ന വാദമുയർത്താൻ UDFന് സാധിക്കുകയും ചെയ്യും. ഇനി കേരളം MOU ഒപ്പിട്ടെങ്കിലും സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ലെന്നും ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്നും മന്ത്രി മറുപടിയിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞത് പദ്ധതി സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് നടപ്പാക്കുമെന്നാണ്. അതായത് PM ശ്രീ സ്കൂളുകളിലെ സിലബസ് സംസ്ഥാനം തന്നെ തീരുമാനിക്കും, കേന്ദ്ര സിലബസ് നടപ്പാക്കില്ല എന്ന്. പക്ഷേ അതും നടക്കില്ലെന്നാണ് മന്ത്രിയുടെ മറുപടിയിൽ വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് CPM MP V ശിവദാസന്റെ ചോദ്യത്തിന് മന്ത്രി പറയുന്നത് PM ശ്രീ നടപ്പാക്കിയാൽ കേന്ദ്രം നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും എന്നാണ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം കേന്ദ്ര സർക്കാർ ഏത് ഘടനയാണോ നിർണയിച്ചിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും പാഠപുസ്തകമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വാദങ്ങളെയും തള്ളിക്കളയുകയാണ് കേന്ദ്ര സർക്കാർ. പദ്ധതിയിൽ ഒപ്പിട്ടെന്ന് കരുതി പിന്മാറുന്നതിൽ പ്രശ്നമില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. കൂടാതെ പദ്ധതി നടപ്പാക്കിയാൽ പാഠ്യപദ്ധതി തീരുമാനിക്കുക കേന്ദ്രം കൂടിയായിരിക്കുമെന്നും പറയുന്നു. ഇത് രണ്ടും സതീശൻ പറയുന്നതിന് നേർവിപരീതമാണ്. പദ്ധതിയിൽ നിന്ന് സർക്കാരിന് പിന്മാറാമെന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കിയതോടെ ഇനി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF സർക്കാരിന്റെ നിലപാടാണ് നിർണായകം. സംസ്ഥാനങ്ങൾക്ക് സ്വമേധയാ പിന്മാറാമെന്നിരിക്കെ സതീശന് ഈ വിഷയത്തിൽ എന്തിനാണ് നിർബന്ധ ബുദ്ധി എന്ന ചോദ്യം പ്രസക്തമാണ്. CPM ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. സതീശൻ എന്തിനാണ് പിടിവാശി എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. കൂടാതെ സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ സതീശൻ ഉത്സാഹം കാട്ടുകയാണ് എന്ന വിമർശനവും ശക്തമാക്കുന്നുണ്ട്. കൂടാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ മുസ്ലിം ലീഗും കടുത്ത അതൃപ്തിയിലാണ്. കാരണം പ്രതിപക്ഷത്തിരിക്കെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണമെന്ന് പറഞ്ഞ് വിമർശിച്ച പദ്ധതിയെ തങ്ങൾ കൂടി ഭാഗമായ സർക്കാർ നടപ്പാക്കുന്നത് രാഷ്ട്രീയമായ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. PM ശ്രീ എന്നത് അടുത്ത വർഷം വരെ മാത്രം നീളുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇല്ലാത്ത ന്യായങ്ങൾ പറഞ്ഞ് അത് നടപ്പാക്കാൻ കടുംപിടുത്തം കാട്ടുമ്പോൾ അതിനു പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്തായാലും വിഷയത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി ബുധനാഴ്ച യോഗം ചേർന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്യും. പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് UDFനും കോൺഗ്രസിനും വലിയ വെല്ലുവിളിയാകും. PM ശ്രീ കുരുക്കിൽ നിന്ന് എങ്ങനെ UDF പുറത്തു കടക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പദ്ധതിയോട് നോ പറഞ്ഞാൽ ഫണ്ട് മാത്രമല്ല, അതോടെ വിവാദങ്ങളും ഇല്ലാതാകും. മറിച്ച് യെസ് ആണ് പറയുന്നതെങ്കിൽ ഫണ്ട് കിട്ടും, ഒപ്പം വിടാതെ ഒരുപിടി വിവാദങ്ങളും.